സെക്യൂർ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ സർവീസ് സംഘടനയുടെ ആശയ സന്ദേശം. സ്നേഹിതരെ, വർത്തമാനകാലത്തിൻ്റെ നേർക്കാഴ്ചകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന സന്ദേശം മനുഷ്യമൂല്യവും പ്രകൃതി മൂല്യവും ഉയർത്തിപ്പിടിക്കുക എന്ന പുരോഗമനമായ ചിന്തയാണ്. പ്രകൃതി സത്യങ്ങളെ മുഴുവൻ അന്ധതയുടെ മറവിൽ കുഴിച്ചിട്ട് രക്തദാഹികളായ ചെന്നായ്ക്കളുടെ കൂർത്ത പല്ലും നഖവും ധരിച്ച് മാംസങ്ങൾ കൊത്തിവലിക്കാൻ തീഷ്ണമേറിയ കണ്ണുകളോടെ ചുണ്ടുകൂർപ്പിക്കുന്ന കഴുകന്മാരായി മനുഷ്യനും മാറുന്നു എന്ന ഇന്നത്തെ സത്യം ഈ കാലഘട്ടത്തിൻ്റെ നാശത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ നാം വന്യമൃഗങ്ങളെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് നാം ഭയക്കുന്നത് മനുഷ്യനെയാണ്. വിവേകപൂർണമായ അവൻ്റെ ചിന്തകളിൽ ഇന്ന് കുടിയിരിക്കുന്നത് വിഷം ചീറ്റുന്ന മതഭ്രാന്തും ജാതി ചിന്തയുമാണ്. ഈശ്വര ചിന്തയിലേക്ക് മനുഷ്യരെ ഏകോപിപ്പിക്കാൻ മതമെന്ന വാക്ക് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്നു മനുഷ്യനെ കൊല്ലാനുള്ള ആയുധമാക്കി മതത്തെ മാറ്റി തീർക്കുന്നു. മനുഷ്യരിൽ ആണിനെയും പെണ്ണിനെയും തരംതിരിക്കാൻ മാത്രം ജാതി എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് മനുഷ്യനെ തരംതിരിച്ച് ശത്രുക്കളാക്കി അകറ്റി നിർത്താനുള്ള മാർഗമായി ജാതി എന്ന വാക്കിനെ മാറ്റി തീർക്കുന്നു. പ്രകൃതിയുടെ സത്യങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ മൂല്യബോധം നഷ്ടപ്പെടുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇന്നത്തെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഈ ഭീകര അന്തരീക്ഷം. ഈ തിരിച്ചറിവാണ് 2016 ഓഗസ്റ്റിൽ SFS സെക്യൂർ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ സർവീസ് എന്ന ഈ സംഘടന തുടങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യനെന്ന മനോഹാരിതയെ തച്ചുടച്ച് അവൻ്റെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ചങ്ങലകളാൽ ബന്ധിക്കുന്ന വ്യവസ്ഥിതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു സാമൂഹിക ജനക്ഷേമ സംഘടനയാണ് ഈ സംഘടന. മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും എല്ലാ മനുഷ്യർക്കും തുല്യമാണെന്ന് പ്രകൃതി തെളിവുകളോടെ വിളിച്ചു പറയുമ്പോൾ അത് നിഷേധിക്കുന്നവർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഞങ്ങളുണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനുവേണ്ടി സംഘടന പ്രകൃതി മൂല്യങ്ങളും മനുഷ്യമൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒട്ടനവധി ജനക്ഷേമ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും നടത്തിവരുന്നു. മനുഷ്യനെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ മഹത് സംരംഭത്തിൽ അണിചേർന്ന് കാലം കാത്തിരിക്കുന്ന നന്മയുടെ വിളക്കിൻ്റെ തിരി തെളിയിക്കാൻ ഞങ്ങൾ വിനയത്തോടെ ക്ഷണിക്കുന്നു. സംഘടനയിലേക്ക് ഏവർക്കും സ്വാഗതം.